പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 8-ാം മാസത്തിൻ്റെ 8-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ പ്രഭാതവും സർവശക്തനായ ദൈവം നമ്മെ കൊണ്ടുവന്നല്ലോ. ഈ മാസത്തിൻ്റെ 2-ാമത്തെ ശനിയാഴ്ച പകൽക്കാലം ഇങ്ങനെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും തമ്മിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ദൈവം തന്ന ഈ അവസരം എത്ര ഭാഗ്യമാണ്. എത്രയോ പ്രിയപ്പെട്ടവർ ദുരിതങ്ങളിൽ, കഷ്ടതയുടെ അനുഭവങ്ങളിൽ കൂടെ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടെ, മാനസികമായ നിരാശകളിൽ കൂടെ, പ്രളയ ദുരന്തങ്ങളിൽ കൂടെ എത്ര പ്രിയപ്പെട്ടവർ, ഏതൊക്കെ നിലകളിലെ നഷ്ടങ്ങൾ, വേർപാടുകൾ, അങ്ങനെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കുവാനും അവർക്കായി കൈത്താങ്ങുവാനും എല്ലാം ദൈവം ദിനവും നമ്മെ ഒരുക്കുന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു: നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു, അവരുടെ കയറുകളെ എറിഞ്ഞു കളക. ദൈവജനത്തിന് എന്നും പോരാട്ടമുണ്ട്. നാം ശത്രുവിൻ്റെ രാജ്യത്തോടും അവൻ്റെ തന്ത്രങ്ങളോടും എന്നും പോരാട്ടത്തിലാണ്. നമുക്ക് പോരാട്ടമുള്ളത് ഏതെങ്കിലും മനുഷ്യരോടോ രാജ്യത്തോടോ അല്ല. നാം ഏതെങ്കിലും വിധത്തിലുള്ള പോരാട്ടങ്ങളിൽ ആയിരിക്കണമെന്ന് അറിഞ്ഞിരിക്കണം. ഏതൊക്കെ പോരാട്ടങ്ങളിലാണ് നാം ആയിരിക്കേണ്ടത്, നാം ഏതൊക്കെ പോരാട്ടത്തിലാണ് നാം ഓരോ ദിനവും ആയിരിക്കുന്നതൊക്കെ നാം തിരിച്ചറിയണം ആത്മാവിൽ. നമ്മുടെ മരണം വരെയും നാം അന്ധകാര ശക്തികളോട് പോരാടി ജയിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല, രാജ്യങ്ങളോടല്ല, അന്ധകാര ശക്തികളോടാണ് പോരാട്ടം. നാം പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മാനസാന്തരത്തിനായി നമ്മുടെ ശരീരത്തിൽ ദൈവം ചില ഘട്ടങ്ങൾ അയക്കുകയും ചെയ്യും. നാം മാനസാന്തരപ്പെടേണ്ടതിനാണ്, അല്ലെങ്കിൽ ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെടേണ്ടതിനാണ് നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുന്നത്. നമ്മുടെ സ്തോത്രം ചില ബാലശിക്ഷകൾ ദൈവം നമുക്ക് നൽകുന്നത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള ശിക്ഷയാണെന്ന് നാം തിരിച്ചറിയണം. നാം ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ നമ്മെ നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആകയാൽ നമ്മുടെ ആത്മാവ് പോരാടുന്ന ജഡീക ചിന്തകൾക്കെതിരെ നാം പോരാടിക്കൊണ്ടിരിക്കണം. നമ്മുടെ ആത്മീയ ചിന്തകൾക്കെതിരെ പോരാടുന്ന ജഡീക ചിന്തകൾ ഈ പ്രഭാതം നാം ദൈവമക്കളെ നാം തിരിച്ചറിയണം. നമുക്കെതിരായി പോരാടുന്ന നമ്മുടെ ആത്മീയ ജീവിതങ്ങൾക്കെതിരായി, നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരായി പോരാടുന്ന ജഡീക ചിന്തകൾ, അതിനെതിരായി നാം പോരാടണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിരവധി തടസ്സങ്ങളുണ്ടാകാം. ക്ഷീണം, മന്ദത, അലസത തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാം. അത് അറിയുന്നത് കൊണ്ടാണല്ലോ നാം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മോട് പറയുവാനിടയായത്. ആകയാൽ പ്രിയ ദൈവവേദിലെ, പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾക്ക് എതിരെ നാം പോരാടണം. ഹല്ലേലൂയ. പ്രാർത്ഥനകൾക്ക് തടസ്സമായി നിൽക്കുന്ന ഏതൊക്കെ ബന്ധനങ്ങളാണ്, ഏതൊക്കെ പോരാട്ടങ്ങളാണെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം അതിനെതിരായി പോരാടുകയാണെങ്കിൽ നിശ്ചയമായി നമുക്കതിൽ നിന്നും
ഒരു ജയം പ്രാപിക്കുവാൻ കഴിയും. നാം ഉപദേശ സത്യങ്ങൾ പാലിക്കുന്നതിനെതിരെയും ഉപദേശത്തിൽ നിലനിൽക്കുന്നതിനെതിരെയും വിവിധ നിലയിലുള്ള പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സുവിശേഷം അറിയിക്കുന്നവർക്ക് അനേക ഇടങ്ങളിൽ നിന്നും അസംഖ്യമായ പോരാട്ടങ്ങൾ, എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവത്തിലെ, നമുക്കെതിരെ ആരെങ്കിലും പോരാടുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പോരാടുകയും നമ്മെ അതിൽ നിന്നും വിടുവിക്കുകയും ചെയ്യും. ദാവീദിനെതിരായി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു ശൗൽ രാജാവ്. എന്നാൽ ആ ശൗലിൻ്റെ പോരാട്ടങ്ങളിൽ നിന്നെല്ലാം ദാവീദിനെ സുരക്ഷിതമായി ദൈവം സൂക്ഷിക്കുവാനിടയായി. രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ, വിശുദ്ധ ജീവിതം നയിക്കാത്തവർ എന്നും സാത്താൻ്റെ അടിമത്വത്തിൽ കീഴിൽ തന്നെയാണ്. അവർ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. അവർക്ക് പോരാട്ടമൊന്നുമില്ല. പാപത്തിൽ നിലനിൽക്കുന്നത് വിഗ്രഹാരാധനകൾക്കും പാപജീവിതങ്ങൾക്കും മദ്യപാനങ്ങൾക്കും ഈ ലോകവെറിക്കൂത്തുകളിലും ആയിരിക്കുന്നവർക്ക് പോരാട്ടമില്ല. പോരാട്ടം വിശുദ്ധ ജീവിതം നയിക്കുന്നവന് വേണ്ടി. പോരാട്ടം എപ്പോഴുമുള്ളത് ആത്മീയവും ഭൗതികവുമായ വിശുദ്ധ ജീവിതം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ആഗ്രഹിച്ച് ദൈവത്തോടുകൂടെ സ്തോത്രം ജീവിക്കുവാൻ, നിത്യത സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം. ശത്രു എപ്പോഴും അവരുടെ മേലാണ് ദൃഷ്ടി വച്ചിരിക്കുന്നത്. നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനും യഹോവ ഭക്തനുമായ യോബിൻ്റെ മേലാണ് ശത്രുവിൻ്റെ ദൃഷ്ടി. ആ ദേശത്തിൽ അനേക യോബിനെ പോലെ സമ്പന്നരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞവരുണ്ടായിരിക്കാം. അങ്ങനെ അനേകരുണ്ടായപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ മേലാണ് ശത്രുവിൻ്റെ ദൃഷ്ടി പതിയുവാനിടയായത്. അവർ പാപത്തിൽ മരിച്ചു കിടക്കുകയാണെന്നാണ് പറയുന്നത്. പാപത്തിൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ, വിശുദ്ധ ജീവിതം നയിക്കാത്തവർ എന്നും സാത്താൻ്റെ അടിമയിൽ കിടന്നുകൊണ്ട് അവർ പാപത്തിൽ മരിച്ചു കിടക്കുകയാണെന്നാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. അവർക്ക് പോരാട്ടമൊന്നുമില്ല. എന്നാൽ ദൈവമക്കൾ എന്നും പോരാട്ടക്കളത്തിൽ തന്നെയാണ്. ആത്മീയ ജീവിതം ദൈവവേദനയെ ഒരു പോരാട്ടക്കളമാണ്. ഇവിടെ നാം പരാജയപ്പെട്ടാൽ സാത്താൻ നമ്മെ ബന്ധിക്കും. ദൈവത്തെ അറിഞ്ഞ് പ്രമാണപ്രകാരം ജീവിക്കുന്നവരുടെ ബന്ധനങ്ങളെ ദൈവം അറുത്തുകളയുക തന്നെ ചെയ്യും. സാത്താന് അവരുടെ മേൽ യാതൊരു അവകാശവുമില്ല. വിവിധ നിലകളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ആലോചനകളെ ധിക്കരിച്ചാൽ നാം ബന്ധനത്തിലാകും. അത് സാത്താൻ കെട്ടുന്നതല്ല, നമ്മുടെ അനുസരണക്കേട് കൊണ്ട് നിമിത്തം വന്ന് ഭവിക്കുന്നതാണ്. പലപ്പോഴും പലരുടെയും ജീവിതത്തിലെ ബന്ധനങ്ങൾ സ്വയം വിളിച്ചു വരുത്തുന്നതാണ്. ശൗലിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ ശൗൽ വിളിച്ചു വരുത്തിയതാണ്. ശിംശോന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ ശിംശോൻ സ്വയം വഹിച്ചതാണ്. ഹല്ലേലൂയ. ഏഗസിയുടെ എലീശ പ്രവാചകന്റെ ശിഷ്യനായ ഏഗസിയുടെ ബന്ധനം, അല്ലെങ്കിൽ അവൻ്റെ കുഷ്ഠം, അവൻ്റെ തലമുറകൾക്ക് ഭവിച്ച കുഷ്ഠമെല്ലാം അവൻ സ്വയം വരുത്തി ഏറ്റെടുത്തതാണ്. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ബന്ധന അഴിയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല. ബന്ധനം മുറുകിക്കൊണ്ടേയിരിക്കും. സ്വയം നിഗളവും അഹങ്കാരവും നിമിത്തം ബന്ധനങ്ങളിൽ നാം അറിയാതെ നമ്മെ ബന്ധിക്കുവാനിടയാകും. ദൂതനെ ഭൂതമാക്കി മാറ്റിയതും ചക്രവർത്തിയായി വാണിരുന്ന നെബൂഖദ്നേസറിനെ കൊണ്ട് പുല്ല് തീറ്റിച്ചതും അഹങ്കാരത്തിൻ്റെ ഫലമായിരുന്നല്ലോ. മറ്റുള്ളവരെ പരിഹസിക്കുന്നത് ചിലർക്ക് ഹരമാണ്, രസമാണ്. എന്നാൽ അത് നിമിത്തവും അവരുടെ ബന്ധനങ്ങൾ മുറുകിക്കൊണ്ടേയിരിക്കും എന്ന് ഈ കൂട്ടർ തിരിച്ചറിയുന്നില്ല. വ്യഭിചാരവും അശുദ്ധ ജീവിതവും നിമിത്തമാണല്ലോ ശിംശോൻ ബന്ധനത്തിലായതും കണ്ണ് നഷ്ടപ്പെട്ടതും. ജഡീക ഇച്ഛകളെ നിയന്ത്രിച്ചില്ല എങ്കിൽ സാത്താൻ നമ്മെ ബന്ധിക്കും. അത് ഒരിക്കലും അഴിഞ്ഞില്ലെന്നും വരാം. പ്രാർത്ഥനയോടും ദൈവിക ആരാധനയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ദൈവജനം ബന്ധിക്കപ്പെടുവാൻ കാരണമായി തീരും. പ്രിയ ദൈവത്തിലെ ആകയാൽ
നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തതയിലും നാം ആരാധിച്ചാൽ ഒരു ശക്തിക്കും നമ്മെ ബന്ധിക്കുവാൻ കഴിയുകയില്ല. ആകയാൽ നാം പാപത്തിൽ വീണു പോകാതെ, അനുസരണക്കേടിൽ വീണു പോകാതെ, പ്രവചനത്തെ തുച്ഛീകരിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ ഒരിക്കലും ഒരു ശത്രുവിനും ഒരു ശാപത്തിനും ഒരു രോഗത്തിനും നമ്മെ ബന്ധിക്കുവാൻ കഴിയുകയില്ല. കാരണം ഹല്ലേലൂയ, നമ്മെ ബന്ധിച്ചാൽ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ പൂർണ്ണമായും സ്വർഗം നമ്മെ വിടുവിക്കുവാനിടയാകും. എന്ന പകൽക്കാലം സ്തോത്രം, ഹല്ലേലൂയ, നാം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്ത് ബന്ധനത്തിൽ അകപ്പെട്ടു പോയെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, മടങ്ങി വരാം. നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹം പ്രശാന്തമായ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളെയും സ്വർഗം അഴിച്ചു മാറ്റണം. ഈ കാലഘട്ടങ്ങളിൽ യൗവനക്കാർ പാപത്തിൽ ബന്ധിക്കുന്ന, ശാപത്തിൽ ബന്ധിക്കുന്ന, പാരമ്പര്യത്തിൽ ബന്ധിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും സ്വർഗം അഴിച്ചു മാറ്റി കുഞ്ഞുങ്ങളെ വിടുവിക്കണം, കുടുംബങ്ങളെ വിടുവിക്കണം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം, സമാധാനവും സന്തോഷവും പകരണം, നീതിയുടെ കരമയക്കും മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.